തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലുള്ള ചിദംബരം എന്ന സ്ഥലത്തെ തില്ലൈ നടരാജ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഒരു ചെറിയ ചാനലാണ്, അതുകൊണ്ട് ഈ വീഡിയോ കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് വിജയിപ്പിക്കുമല്ലോ. പാതയുടെ ഇരുവശങ്ങളിലും നിറയെ വിവിധ തരത്തിലുള്ള കടകളാണ്. പൂമാല കെട്ടുന്നവർ, വഴിപാട് സാധനങ്ങൾ വിൽക്കുന്നവർ, ചെറിയ ടീ ഷോപ്പുകൾ, കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നവർ, യാചകർ തുടങ്ങിയവരാണ് വഴിയുടെ ഇരു സൈഡുകളിലും. തിരക്കുപിടിച്ച ചെറിയ റോഡ് കടന്നു ചെല്ലുന്നിടത്താണ് പ്രധാന ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. ഇത് വാസ്തു ശില്പകലകളുടെ വശ്യമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നു. ഗോപുരം കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പ്രത്യേക ചൈതന്യം നമ്മളിലുണ്ടാകുന്നതായി അനുഭവപ്പെടും. അമ്പരചുംബിയായ ഗോപുരം നിറയെ മനോഹരമായ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ചിത്തിനെ ആകാശമാക്കിയ സച്ചിദാനന്ദ രൂപമാണ് ഇവിടെ. സംഹാരത്തിൻ്റെ ഭാവമായ അഗ്നി, അനുഗ്രഹത്തിൻ്റെ ഭാവമായി ഒരു കൈയ്യ്, ഒരു കാൽ നമ്മുടെ അജ്ഞതയെ ചവിട്ടിപ്പിടിച്ചിരിക്കുന്നു, മറ്റു കാലുയർത്തി നൃത്തത്തിനായി തയ്യാറെടുക്കുന്നു. പ്രധാന ശ്രീകോവിൽ ഒരൽപ്പം ഇടത്തോട്ട് മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആകാശസമാനമായ മൂർത്തി എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. അതായത് ഏതു രൂപത്തിൽ വേണമെങ്കിലും നമുക്കിവിടെ മഹാദേവനെ കാണുവാൻ സാധിക്കും എന്നതാണ്. വ്യാഘ്രപാദമുനി ഇവിടെ ശിവനെ പൂജിച്ചിരുന്നതിനാൽ ഇവിടം വ്യാഘ്രപുരം എന്നും അറിയപ്പെടുന്നു. നൃത്തത്തിനും കലകൾക്കും വളരെയേറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ചിദംബരത്തെ നടരാജ ക്ഷേത്രം. നൃത്തം പഠിച്ച വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് നൃത്തം ചെയ്യുന്നത് നമുക്ക് കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രവേശന കവാടത്തിൽ ഭരതനാട്യത്തിൻ്റെ 108 കരണങ്ങൾ മനോഹരമായി കൊത്തിവച്ചിരിക്കുന്നതും നമുക്ക് കാണാം. ചോള രാജാക്കന്മാരുടെ കലകളോടുള്ള താൽപ്പര്യം ഈ ശില്പങ്ങളിൽ പ്രതിഫലിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നൃത്തത്തിൻ്റെ അധിപനായ ശിവൻ്റെ മറ്റൊരു രൂപമായ നടരാജന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. ചോളന്മാർ തങ്ങളുടെ കുലദൈവമായ നടരാജന് വേണ്ടി 10ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചിട്ടുള്ളത്. ദേവീക്ഷേത്രം, ഗണേശൻ, മുരുകൻ, വിഷ്ണു എന്നീ ദേവതകളുടെയും ശിവഗംഗ എന്ന പുണ്യ കുളവും ഇവിടെ കാണാം.
ഈ ക്ഷേത്രത്തിൽ കനകസഭ, സിറ്റി സഭ, നൃത്തസഭ, ദേവസഭ, രാജസഭ എന്നിങ്ങനെ 5 സഭകളാണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ചിദംബരം. ഈ ക്ഷേത്രം ലോക കാന്തിക മണ്ഡലത്തിൻ്റെ കേന്ദ്രബിന്ദുവിലാണെന്നതാണ് മറ്റൊരു അത്ഭുതം. മനുഷ്യ ശരീരത്തിലെ 9 ദ്വാരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി. പഞ്ചഭൂത ക്ഷേത്രങ്ങളിലെ പ്രധാന ക്ഷേത്രമായി ഇതിനെ കണക്കാക്കുന്നു. ഇവിടുത്തെ ഓരോ നിർമ്മിതിയും വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീകോവിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള 5 പടികൾ നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തെ സൂചിപ്പിക്കുന്നു. അടുത്തത് പൊന്നമ്പലമാണ്. അവിടെ സ്വർണം പൊതിഞ്ഞ മേൽക്കൂര കാണാം. അതിന് മുകളിൽ 9 കലശങ്ങൾ കാണാം. സ്വർണ്ണ മേൽക്കൂരയിൽ 21,600 സ്വർണ്ണ ഓടുകളാണ് മേഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യൻ ഒരു ദിവസം നടത്തുന്ന ശ്വാസോച്ഛ്വാസമാണ് 21,600 എന്നത്. ആ തത്വമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഈ സ്വർണ്ണ ഓടുകൾ ഉറപ്പിക്കുവാൻ 72,000 സ്വർണ്ണ ആണികൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ 72,000 നാഡികളെയാണ് സൂചിപ്പിക്കുന്നത്. പതിനെട്ട് തൂണുകളാണ് കനകസഭയിലുള്ളത്. ഇത് 18 പുരാണങ്ങളെ സൂചിപ്പിക്കുന്നു. പൊന്നമ്പലത്തിലുള്ള 64 തൂണുകൾ 64 കലകളെ സൂചിപ്പിക്കുന്നു. ശില്പചാതുര്യം തുളുമ്പുന്ന 4 പ്രധാന ഗോപുരങ്ങൾ 4 ദിക്കുകളെയും അഭിമുഖീകരിക്കുന്നു. നടനകലയുടെ ഈറ്റില്ലം കൂടിയായ ഇവിടുത്തെ ഓരോ കൽത്തൂണുകളും നാട്യശാസ്ത്രത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ നമുക്ക് വിവരിച്ചു നൽകുന്നു. കലകളെയും ഐതിഹ്യങ്ങളെയും സ്നേഹിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മഹാക്ഷേത്രമാണ് ഇത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് വിജയിപ്പിക്കുമല്ലോ. നന്ദി.